നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നിയന്ത്രണങ്ങൾ മാറിമറിയുമ്പോൾ തലപുകഞ്ഞിരിക്കുകയാണ് യാത്രക്കാർ. കൂടുതൽ നിയന്ത്രണങ്ങൾ എത്തുന്ന സാഹചര്യത്തിൽ ആശങ്കയും വർദ്ധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയിലെത്തുന്ന അന്താരാഷ്ട്ര യാത്രക്കാർക്ക് 7 ദിവസത്തെ ക്വാറന്റൈൻ നിർബന്ധമാണെന്ന കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം വന്നിരിക്കുകയാണ്. ഇതോടെ UAE-യിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള വിമാന ടിക്കറ്റ് കുത്തനെ കുറഞ്ഞു. പുതിയ യാത്രാ നിബന്ധനകളുടെ പശ്ചാത്തലത്തിൽ ആളുകൾ കൂട്ടമായി ഇന്ത്യയിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കാൻ തീരുമാനിച്ചതോടെയാണിത്. രാജ്യത്തെ ഒമിക്രോൺ വ്യാപനം നിയന്ത്രിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് രാജ്യത്തെത്തുന്നവർക്ക് 7 ദിവസത്തെ ക്വാറന്റൈൻ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആളുകൾ കൂട്ടത്തോടെ യാത്ര റദ്ദാക്കിയതിനെ തുടർന്ന് ടിക്കറ്റ് നിരക്ക് പകുതിയിലേറെ കുറഞ്ഞതായാണ് റിപ്പോർട്ട്. നിലവിൽ UAE-യിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് 250 ദിർഹം വരെയായി കുറഞ്ഞിട്ടുമുണ്ട്. ജനുവരി 19-ന് ഷാർജയിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള ടിക്കറ്റ് ഇപ്പോൾ 250 ദിർഹമിന് ലഭ്യമാണ്. കൂടുതൽ ആളുകൾ യാത്ര ക്യാൻസൽ ചെയ്യുന്നതോടെ ടിക്കറ്റ് നിരക്ക് വീണ്ടും കുറയാൻ ഇടയുണ്ടെന്നാണ് ട്രാവൽസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ പറയുന്നത്. അതേസമയം ഇന്ത്യയിൽ നിന്ന് UAE-യിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. യാത്രാ നിരോധനം ഏർപ്പെടുത്തിയേക്കാനുള്ള സാധ്യത പരിഗണിച്ച് പ്രവാസികൾ തിരക്കിട്ട് യാത്ര തിരിക്കുന്നതായാണ് ഇതിന് കാരണം. കുടുംബസമേതം ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാൻ ഉദ്ദേശിച്ചവരും ബിസിനസ് ആവശ്യങ്ങൾക്കായി യാത്ര പ്ലാൻ ചെയ്തവരുമാണ് പുതിയ ക്വാറന്റൈൻ വ്യവസ്ഥയെ തുടർന്ന് യാത്ര റദ്ദാക്കിയത്. വിവാഹം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കായി നാട്ടിലേക്ക് തിരിക്കുന്നവർക്ക് ക്വാറന്റൈൻ വ്യവസ്ഥ നിലവിൽ വന്നതോടെ യാത്ര കൊണ്ട് കാര്യമില്ലാത്ത സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് മാത്രമല്ല 3-4 ദിവസം കൊണ്ട് UAE-യിലേക്ക് തിരിച്ചെത്താമെന്ന ലക്ഷ്യത്തോടെ യാത്ര പ്ലാൻ ചെയ്തവർക്കും തീരുമാനം തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. അതോടൊപ്പം ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചാൽ ഇത്ര ദിവസം ക്വാറന്റൈനും മറ്റ് ആവശ്യങ്ങളും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും യാത്രാ നിരോധനം വന്നേക്കുമോ എന്ന ഭയവും ആളുകൾക്കുണ്ട്. പുതിയ ക്വാറന്റൈൻ വ്യവസ്ഥയുടെ പശ്ചാത്തലത്തിൽ കുടുംബയാത്രക്കാർക്കും ബിസിനസ് യാത്രക്കാർക്കും പുറമെ UAE വഴി ഇന്ത്യയിലേക്ക് പോകുന്ന വിനോദസഞ്ചാരികളും വലിയ തോതിൽ യാത്ര ക്യാൻസൽ ചെയ്തതായി ട്രാവൽസ് അധികൃതർ വെളിപ്പെടുത്തി. ഇന്ത്യയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കാണുന്നതിന് മുമ്പ് 7 ദിവസം ഹോട്ടൽ ക്വാറന്റൈനിൽ കഴിയാനുള്ള ബുദ്ധിമുട്ടും സാമ്പത്തിക ചെലവും പരിഗണിച്ചാണിത്. അതോടൊപ്പം തന്നെ 7 ദിവസത്തെ ക്വാറന്റൈനിനൊപ്പം 8-ാം ദിവസം PCR പരിശോധന നടത്തി നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് സുവിധാ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുകയും വേണം. പുതിയ ക്വാറന്റൈൻ വ്യവസ്ഥ ഇന്ത്യൻ അധികൃതർ പുനഃപരിശോധിക്കണമെന്ന ആവശ്യവും ശക്തമായി തന്നെ പ്രവാസികളിൽ നിന്നും ഉയർന്നുണ്ട്. ഗൾഫ് യാത്രക്കാർക്ക് വലിയ പ്രയാസം സൃഷ്ടിക്കുന്നതോടൊപ്പം ഇന്ത്യയുടെ ബിസിനസ് ടൂറിസം താൽപര്യങ്ങളെ അത് സാരമായി ബാധിക്കുമെന്നും ഈ മേഖലയിലുള്ളവർ വ്യക്തമാക്കുന്നു. ഇന്ത്യയിലെത്തിയുടൻ എയർപോർട്ടിൽ വെച്ച് RT-PCR ടെസ്റ്റ് നടത്തുകയും അതിന്റെ ഫലം വരുന്നതുവരെ ക്വാറന്റൈൻ വ്യവസ്ഥ ചെയ്യുകയുമാണ് ഉചിതമെന്നാണ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.